മനസ്സിലാക്കുകയും റബ്ബിനോട് തേടലാണ് ഇക്കണ്ട കറാമത്തിന്റെ അനന്തരഫലമായി ഞാൻ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയ സക്കരിയ നബിയിൽ സമസ്തക്കാരന്റെ വിശ്വാസമാണോ മുജാഹിദിന്റെ വിശ്വാസമാണോ ഉള്ളത്? ഇനി ഇതിൽ കവിഞ്ഞ് ഈ വിഷയങ്ങളോട് എങ്ങനെ പറയേണ്ടത്? സക്കരിയ നബി കറാമത്ത് ആരിലൂടെയാണോ പ്രകടിപ്പിക്കപ്പെട്ടത് ആ മറിയം ബീവിയെ വിട്ട് ആരാണോ മറിയം ബീവിക്ക് അത് കൊടുത്തത് അപ്പടച്ചോനെ പിടിച്ചു. ഇതാണ് മുജാഹിദുകൾ പറയുന്നത്, ഇതാണ് ഖുർആൻ പറയുന്നത്. 3-ാം അധ്യായം. ഇനി ആയത്ത് നമ്പർ എഴുതിയെടുത്തോ. ആയുസ്സിൽ മഹാസൗഭാഗ്യമാണ്, മുസ്ലിയാക്കന്മാരെടുത്തൊന്നും കിട്ടൂല. 3-ാം അധ്യായം 36, 37, 38, 39, 40, 41, 42, 43 വരെയുള്ള വചനം. എന്നിട്ട് സക്കരിയ നബി ഈ കറാമത്ത് ഇങ്ങോട്ട് കണ്ടപ്പോ സക്കരിയ നബിക്ക് എന്ത് ബോധ്യായി? ഈ എനിക്ക് കുട്ടിന് തരാൻ അള്ളാഹ്ക്ക് വല്ല പ്രയാസമുണ്ടോ? ഈ ക്ഷാമകാലത്ത്, ഈ ബുദ്ധിമുട്ടുള്ള കാലത്ത് ആകാശത്ത് നിന്നാ ഭക്ഷണം ഇറക്കി കൊടുക്കണത്. ആ റബ്ബിനെ എനിക്ക് കുട്ടിനെ തരാൻ മതി. അതുകൊണ്ട് ഹുനാലിക ദആ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. ഖുർആനിലെ 3-ാം അധ്യായം 39-ാമത്തെ വചനം കേൾക്ക്. അവിടെ വെച്ച് ഈ കറാമത്ത് കണ്ടപ്പോ കറാമത്ത് കാണിച്ച ബീവിയോട് തേടിയതല്ല, കറാമത്ത് കൊടുത്ത നാഥനോട് തേടി. ഇതാണ് ഇസ്ലാം എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രമാണമില്ലെന്നും നിങ്ങൾക്ക് പ്രമാണമുണ്ടെന്നോ? മന്ദബുദ്ധികളെ, ലോകത്ത് മന്ദബുദ്ധികളല്ലാതെ ഇത് സ്വീകരിക്കും. ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ സമൂഹം ശിർക്കിലേക്കും എന്തൊക്കെ ദുർന്യായങ്ങളാണ്, എന്തൊക്കെ വ്യാഖ്യാനങ്ങളാണ്. നിങ്ങളൊന്ന് കേട്ടോളൂ. എന്റെ ചോദ്യം, ആ അപകട സമയത്തിൽ ആ വിളിച്ച ആൾക്ക് ഇപ്പോ നേരത്തെ പ്രസംഗിച്ച ഉസ്താദ് പറഞ്ഞു അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി മരിക്കാൻ തൗഫീക്ക് തരണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ നമുക്ക് ഭാഗ്യം വേണമെന്ന്. അത് എല്ലാ മുസ്ലിമീങ്ങളെയും അത് തന്നെയാണ് ഷഹാദത്ത് കലിമ. ആ പറഞ്ഞിട്ട് എന്തായാലും അപകടം സംഭവിച്ച ആ സുഹൃത്തിന് ഹോബിയായിട്ട് വന്നതാണ് മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിച്ചിട്ട്. ഈ സഹോദരന് അവസാനം മരിക്കുമ്പോൾ അപകടത്തിൽ മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിച്ചു, അസമയത്ത് മരിച്ചു. ആ സഹോദരന് ഷഹാദത്ത് കലിമ ആയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കിയാക്കാം ഇൻഷാ അല്ലാഹ്. ചോദ്യം അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ നേരത്ത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നുള്ള പ്രശ്നം അതല്ല സുഹൃത്ത് ഉദ്ദേശിച്ചത്. അവസാനത്തെ വാചകം മുഹിയുദ്ദീൻ ഷേഖ് ആവൂലേ എന്നാണ് ഞാൻ പറയുന്നു. മുഹിയുദ്ദീൻ ഷേഖിനെയല്ലേ കാവൽ വിളിച്ചത്? കാവൽ വിളിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ഷേഖ് എന്ന് വിളിക്കുന്ന മുഅ്മിനിന്റെ അടുത്ത് മുഹിയുദ്ദീൻ ഷേഖ് വരും. അത് വിളിച്ചാൽ അവിടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മുഹിയുദ്ദീൻ ഷേഖിന്റെ കഴിവ് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട, മുഹിയുദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചു പോകൂല. ആ മുഹിയുദ്ദീൻ ഷേഖിന്റെ കാവൽ അപ്പ കിട്ടും. ഉടനെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി പറയും, അതും കൂടി പറഞ്ഞിട്ടേ അവൻ മരിക്കൂ. ഇതാണ് ഇതിന്റെ മറുപടി. അവർക്ക് ജീവിക്കണം. അവർക്ക് ഈ കാര്യത്തിലൊക്കെ എന്ത് അത്ഭുതമാണ് ഈ സഖാഫിമാരുടെയും ഈ അഹ്സനിമാരുടെയും അവസ്ഥ എന്നറിയോ നിങ്ങൾക്ക്? നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ മരിക്കാൻ നേരം പോലും മൊയ്തീൻ ഷേഖ് എന്ന് വിളിച്ചാൽ കാമിലായ ഈമാൻ കിട്ടി മരിക്കില്ല എന്നാണത്രേ. മരിക്കുമെന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന്റെ മറുപടി എന്താ പറഞ്ഞാൽ കാവലിനെ ചോദിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് ആര്? മൊയ്തീൻ ഷേഖ്. അതുകൊണ്ട് മരണവേളയിലും മൊയ്തീൻ ഷേഖിനെ വിളിക്കാം. ഇത് സംഭവം ഇങ്ങനെ കേട്ടപ്പോ നൗഷാദ് ഹസനി പറഞ്ഞ അതിങ്ങനെ കേട്ടപ്പോ എനിക്ക് തോന്നിയെന്തറിയോ, നബിയുടെ പിതൃവ്യം മരിക്കാൻ കിടക്കും അബൂജഹൽ കൂടെ മരിക്കുന്ന നേരം പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് സമ്മതിച്ചില്ല. ഈ ഖൗമ് മരിക്കുന്ന നേരം പോലും ഇവനൊന്നും മനസ്സറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് രക്ഷപ്പെട്ടാലോ അതിനനുവദിക്കില്ല. അങ്ങനെ ശിർക്കിലാണ് ഈ സമുദായം, നിങ്ങൾ മനസ്സിലാക്കണം. ബിദ്അത്തിലാണ് ഈ സമുദായം, നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിഷയമാണ് മുജാഹിദ് പ്രസ്ഥാനങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഏറും കുത്തും ചവിട്ടും കൊള്ളുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. തായിഫിൽ ഏതൊരു ജനതയ്ക്ക് വേണ്ടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറുകൊണ്ടുവോ, ഏതൊരു സമുദായത്തിന് വേണ്ടി നബി കൂക്കുവിളി കേട്ടുവോ, ഏതൊരു സമുദായത്തിന് വേണ്ടി നബി പീഡനങ്ങൾ അനുഭവിച്ചുവോ, അതേ പീഡനവും ത്യാഗവും ബഹിഷ്കരണങ്ങളും മുജാഹിദ് പ്രസ്ഥാനം അനുഭവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാകുന്നു. നിങ്ങളുടെ ഉസ്താദുമാർ നിങ്ങളുടെ ശത്രുക്കളായി തീരും. ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനും സുന്നത്തും അനുസരിച്ച്
ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിന്റെ സമൂഹം മാറുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, വഴിതെറ്റിയ ജനതയ്ക്ക് കൃത്യമായ വഴി കാണിക്കാനും അവരെ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് തിരിച്ചു വിളിക്കാനും മുജാഹിദ് പ്രസ്ഥാനത്തിന് നീ കരുത്തു നൽകണമേ നാഥ. ഈ പ്രബോധനം ജനങ്ങൾക്കിടയിൽ കൂടുതൽ കൂടുതൽ ഫലപ്രദമായി നടത്തുവാൻ ഞങ്ങളുടെ നേതൃത്വത്തിന് നീ കഴിവ് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. പുരോഹിതന്മാർ ഞങ്ങൾക്കെതിരെ നടത്തുന്ന കുപ്രചരണങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മറുപടി കൊടുക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും നാഥ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. സത്യത്തിന്റെ വാഹകരായി ജീവിച്ചു മരിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണമേ നാഥ. തൗഹീദ് കൃത്യമായി പ്രബോധനം ചെയ്യുന്ന സംഘടനകളിൽ ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തണമേ തമ്പുരാനെ. നാഥ, നിന്നെ ഭയപ്പെടുന്ന മുത്തഖീകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി